ഇന്നിപ്പോ സ്ത്രീധനം എത്രയും കൂടുന്നു അതിനനുസരിച്ച് സ്റ്റാറ്റസാ. അല്ലേ? സ്ത്രീധനം എത്രയും കൂടുന്നോ അതിനനുസരിച്ച് സ്റ്റാറ്റസും കൂടുക. എന്നാൽ ഈ സ്ത്രീധനം എവിടെ നിന്ന് വന്നതാണെന്നറിയോ? അറിയണം. മഹാനായ മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അല്ലാഹു തആല മഹാനവർകളുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഹാനവർകൾ ഒരു കിതാബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, സ്ത്രീധനം എന്ന് പറയുന്ന അനാചാരം എവിടെ നിന്ന് തുടങ്ങിയതാ? ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഇവിടുത്തെ സുന്ദരികളായ കുലീനകളായ പെണ്ണുങ്ങളെ കണ്ടപ്പോ മോഹം ഉണ്ടായി. അങ്ങനെ പലരും പണം കൊടുത്ത് പലരെയും സ്വാധീനിച്ചു തങ്ങളുടെ ശാരീരികേച്ഛ പൂർത്തീകരിക്കാൻ. പണം കൊടുത്ത് വരാത്തവരെ ബലാത്കാരമായി വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി വെള്ളപ്പട്ടികൾ മാറി 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 അവരുടെ കിടപ്പിറകളിൽ, അവരുടെ എല്ലാം മണിയറകളിൽ അവരുടേതായ ശാരീരികേച്ഛ പൂർത്തീകരിക്കാൻ ഉപയോഗിച്ചു. അവസാനം കടിച്ചു തുപ്പിയ ചവച്ചരച്ച കരിമ്പിൻ ചണ്ടി പോലെ വേസ്റ്റുകളായി പുറത്തേക്ക് എറിയപ്പെട്ട ഈ പെണ്ണുങ്ങൾ ഈ ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം പോലെ നിന്നു. ഇവർക്ക് ജീവിതം കൊടുക്കാൻ ആരുമില്ല, അവരെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറല്ല. അന്യന്റെ കിടപ്പറയിൽ കിടന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആണത്തമുള്ള ആണൊരുവനുമില്ല. ആരുമില്ലാതെ വന്നപ്പോ ഈ മാതാപിതാക്കൾ ബ്രിട്ടീഷുകാരുടെ അടുക്കലേക്ക് തന്നെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ശാരീരികേച്ഛ പൂർത്തീകരിക്കാൻ ഉപയോഗിച്ച ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കാൻ ആരുമില്ല, ആരും തയ്യാറാകുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു പോംവഴി കാണിച്ചു തരിക. ബ്രിട്ടീഷുകാരങ്ങനെ തലപുകഞ്ഞാലോചിച്ചിട്ട് കണ്ടുപിടിച്ച വഴിയാണ്. ആ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാര് മാറി മാറി കിടപ്പറകളിൽ ഉപയോഗിച്ച മാനം നഷ്ടപ്പെട്ട പാതിവൃത്യം നഷ്ടമായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുക്കമുള്ള ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടുവരിക. മാനം നഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയാൽ അവൻ ഇത്ര ലക്ഷം പണം കൊടുക്കാം, അവൻ ഇത്ര പവൻ സ്വർണം കൊടുക്കാൻ, അവൻ ഇങ്ങനെ ആഡംബര കാറ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മാനം നഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ ബ്രിട്ടീഷുകാരായ വെള്ളപ്പട്ടികളിൽ ലോകത്തുപേക്ഷിച്ചു പോയ മോശമായ അനാചാരത്തെ കടമെടുത്തുകൊണ്ട് എന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സുന്ദരിയും സുശീലയും കുലീനയുമായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോ 18-20 വർഷം പാതിവൃത്തം കാത്തു സൂക്ഷിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുമ്പോ എന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മാനം നഷ്ടപ്പെട്ട അന്യനോടൊപ്പം കിടപ്പുറ പങ്കിട്ട വേശ്യയായ പെണ്ണിനെ കണക്ക് പറയുന്ന പോലെ കണക്ക് പറയുന്നത് എന്തിനാ? മാനമില്ലേ? ഈ കണക്ക് പറയേണ്ടത് ആർക്കാ? മാനം നഷ്ടപ്പെട്ട പെണ്ണുങ്ങൾക്കാ. ഒരു സുന്ദരിയായ പെണ്ണിനെ കെട്ടുമ്പോ സ്റ്റാറ്റസോടുകൂടെ പോയിരുന്ന് സോഫയിൽ ചാരിയിരുന്ന് ഡിമാൻഡുകൾ ഓരോന്ന് മുന്നിലോട്ട് വെക്കുമ്പോ ഓർത്തോ സ്വയം എളിഭ്യരാവുകയാ. വേശ്യപ്പെണ്ണിന് കണക്ക് പറയുന്ന പോലെ കണക്ക് പറയാൻ ഒരുങ്ങുക. അതേപോലെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ചിന്തിക്കുക, എന്റെ മകൾക്ക് ഞാൻ ഇത്ര പവൻ സ്ത്രീധനം കൊടുത്തു എന്ന് പുലമ്പുന്ന മാതാപിതാക്കളെ, എന്റെ മകൾക്ക് ഞാൻ ഇത്ര ലക്ഷം സ്ത്രീധനം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്യന്റെ മുന്നിൽ അഹങ്കാരം നടിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളൊന്നറിഞ്ഞുകൊള്ളുക, 18-20 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച നിങ്ങളുടെ പെൺമകളെ പൊന്നുമക്കളെ വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചിറക്കി വിടാൻ ശ്രമിക്കുമ്പോ എന്തിനാ വേശ്യപ്പെണ്ണിനെ ഇറക്കി വിടുന്ന പോലെ സ്ത്രീധനത്തിന്റെ കണക്ക് പറഞ്ഞിറക്കി വിടുന്നത്? ഇതെവിടെ നിന്ന് കിട്ടിയ ആചാരവാ? ആരെങ്കിലും ഒക്കെ ഒരു പക്ഷേ ഫത്വ തന്നേക്കാം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പേര് പറയുന്നത് ഒരു പക്ഷേ ഫത്വ തന്നേക്കാം. അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല ഇത്. അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല ഇത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ എന്താ? ഒരു മുസ്ലിം നിനക്ക് പണം തരുമ്പോ അത് ഹലാലാകണോ? ഇല്ലാ ബിത്വയ്ബിൻ മിൻ നഫ്സിഹി. സ്വന്തം ഇഷ്ടത്തോടെ തരുന്നോ അത് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. സ്വന്തം ഇഷ്ടത്തോടെ തന്നാ സ്വീകരിച്ചോ. ഞെളിഞ്ഞുപോയിരുന്ന് സ്ത്രീധനത്തിന്റെ കണക്ക് പറയുമ്പോ നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ സർവ്വതും നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹ് ചോദിക്കും, എവിടെ നിന്നാ പണം ഉണ്ടാക്കിയതെന്ന്. 5 ലക്ഷവും 10 ലക്ഷവും 101 പവനും സ്വിഫ്റ്റ് കാറും എല്ലാം സ്ത്രീധനം വാങ്ങി ഉണ്ടാക്കിയതാണെന്ന് പടച്ചവന്റെ മുന്നിൽ മറുപടി പറയാമെന്ന് കരുതിയെങ്കിൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്രയും മോശവും മ്ലേച്ഛവുമായ പണമായി സ്ത്രീധനം എന്ന് പറയുന്നത്